നല്ല മുളകരച്ച മീൻകറിയുടെ കൂടെ നല്ല ഉടച്ച കപ്പയും കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് ആർക്കാലും ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഉച്ചയായ സമയത്ത് എനിക്ക് നല്ലൊരു ഫിഷ് മീൽസും കഴിക്കാനും തോന്നി, അതുപോലെ ബിരിയാണിയും കഴിക്കാൻ തോന്നി. എന്നാൽ ഓരോന്ന് പോരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആദ്യം വന്നത് നമ്മുടെ മീൽസാണ്. മീൽസിൽ നല്ലൊരു സാമ്പാർ, മീൻകറി, കപ്പ, പായസം, മോരുകറി, അവിയൽ, അച്ചാർ, തോരനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോംബോ ആണ് കേര മുളകരച്ചതും അതുപോലെ തന്നെ മോരുകറി. തൈരില്ലെങ്കിൽ ഞാൻ മോരാണ് ഏറ്റവും ഇതായിട്ട് കൂട്ടാറ്. അത് കഴിച്ചതിന് ശേഷം ഏറ്റവും എടുത്ത് പറയേണ്ടത് അവിയലാണ്. എനിക്ക് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല, പക്ഷേ ഈ അവിയൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ ഞാൻ കുറച്ച് കപ്പയും മീൻകറിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇതുപോലെ സെപ്പറേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. കപ്പയും മീൻകറി എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ്. കപ്പയുടെ കൂടെ എന്ത് തന്നാലും തിന്നും, പക്ഷേ മീൻകറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയിൽ 2 വലിയ പീസ് മട്ടൻ ഉണ്ടായിരുന്നു. മട്ടൻ എടുത്ത് പറയണമായിരുന്നു, കാരണം നല്ലൊരു പീസ് മട്ടൻ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. മസാല വളരെ കുറവുള്ള ബിരിയാണി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒരുപാട് ഇതായില്ല, പക്ഷെ ഒരു ഡീസൻറ്റ് ബിരിയാണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൊടുപുഴയിലുള്ള വെങ്ങലൂരുള്ള മലബാർ ഗിൽസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മലബാർ വില്ലേജ്. അപ്പോൾ ഓക്കെ, ബൈ.